കഴിഞ്ഞ ദിവസം നമ്മളെ ടാങ്കിലെ ചെളിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാറ്റിയതുകൊണ്ടേ ഇപ്പം മീനുകളെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വീഡിയോയിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേത് വെള്ളം ഒരു ഇരുണ്ട കളറായിരുന്നു, ഒരു ഡാർക്ക് കളറായതുകൊണ്ട് മീനുകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. പിന്നെ കഴിഞ്ഞ ദിവസം വെള്ളം മാറ്റുമ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. പിന്നെ ഈ വരാൽ മീനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇവർക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണെങ്കിലേ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇൻ കേസ് നമുക്ക് എല്ലാ സമയത്തും വെള്ളം മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലർക്ക് വെള്ളത്തിൻ്റെതായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും എല്ലാ സമയത്തും വെള്ളം മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് വെള്ളം കുറച്ച് മോശമായി കഴിഞ്ഞാലേ ഇവർ അതിലൊക്കെ അതിജീവിക്കും കേട്ടോ. അതിനുള്ളൊരു കഴിവ് ഈ വരാലിനുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ, അത് പി എച്ച് കൂടിയാലും പി എച്ച് കുറഞ്ഞാലും അതൊന്നും ഇവരെ ബാധിക്കില്ല. ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള മീനുകളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കണ്ടീഷൻ മോശമായി തുടങ്ങുമ്പോൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ ചാവാനൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ. പിന്നെ അതേപോലെ ഓക്സിജൻ്റെ പ്രശ്നം, അതൊന്നും ഈ മീനുകളെ ബാധിക്കില്ല. വരാലാവുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകളിലേ നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാൽ തന്നെയാണ് കേട്ടോ. എന്നാലും എന്ത് ചെയ്യുക, വെള്ളമുള്ള സ്ഥലങ്ങളിലും അത് വെള്ളമുള്ള സമയത്തൊക്കെ നമുക്ക് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ വെള്ളം ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യും, ഇവരെ ഗ്രോത്തിന് നല്ല രീതിയിൽ സഹായിക്കും കേട്ടോ. നല്ല കണ്ടീഷനായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. വരാൽ വളർത്തുന്നതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. അടുത്ത നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.